എടി നീ ഇങ്ങനെ കിടന്ന് മോങ്ങാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്റെ അനിയ ഇപ്പം കല്യാണം കഴിച്ചാണോ നിന്റെ പ്രശ്നം? അവൻ കല്യാണം കഴിച്ച എനിക്ക് എന്താ പ്രശ്നം? അവന് വേറെ ആരും കിട്ടിയില്ല കേട്ടാ. ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞത് ഞാൻ വേറെ നല്ല പെണ്ണിനെ കണ്ടുപിടിച്ചു തരാന്ന്. അതിനിപ്പോ ആമിക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? നിങ്ങൾക്കേ അവളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എത്രയാണെന്നറിയോ? 1.5 മില്യൺ. എനിക്കാണെങ്കിലോ വെറും 75K ഫോളോവേഴ്സ്. ഇപ്പൊ ഈ വീട്ടിൽ എന്നെക്കാളും വലിയ സെലിബ്രിറ്റി അവളല്ലേ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? സെലിബ്രിറ്റിയാ? നീ അപ്പൊ സെലിബ്രിറ്റി ആയത്? ഉമേഷ് ചേട്ടാന്ന് വിളിച്ച നാക്കുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കല്ലേ. ഇന്നാളെ നമ്മൾ കനോക്കുന്നിൽ ലൈറ്റ് കാണാൻ പോയപ്പോഴേ നിങ്ങളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞോ മനുഷ്യ? ആരെങ്കിലും സെൽഫി എടുക്കാൻ വന്നോ? എന്നെ കണ്ടിട്ടാ ഫാൻസ് സെൽഫി എടുക്കാൻ വന്നേ. അതൊന്നും മറന്നിട്ടില്ലല്ലോ. ഫാൻസാ? 2 പിള്ളേര് വന്ന് ഫോട്ടോ എടുത്തതാണോ നിന്റെ ഫാൻസ്? ആ പിന്നെ ഈ പേരും പറഞ്ഞ് നീ അവളുടെ അടുത്ത് പോയി നാത്തും പോരണം കേട്ടല്ലോ. ദേ ആമി ലൈവ് ഇട്ടേക്കുന്നു. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആമി. എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് മാരേജിന് ശേഷം എൻ്റെ ലൈഫ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ള കാര്യം ഓർത്തിട്ട്. അപ്പൊ ശരി ഗൈസ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എൻ്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ബൈ ഗൈസ്. ഞാൻ കരുതി നീ ആദ്യ രാത്രിയും ലൈവ് പോകാനുള്ള പ്ലാൻ ആണെന്ന്. ഓ, ഈ സിദ്ധുവിന്റെ ഓരോ തമാശ. അതെ, ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ ആ ലൈറ്റ് ഓഫ് ആക്കിക്കേ. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ അവള് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നേ. അതുകൊണ്ട് അവൾക്ക് ഇത്രയും റീച്ച്. ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ കാര്യം, കയ്യുമില്ല ഇറക്കവുമില്ല. ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നത് അല്ലേ? അമ്മ അത് ഈ വീട്ടിൽ സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ. അതില്ല, വേറെ കാണിച്ചു തരാവേ. കണ്ടോ? അതെ, നമുക്ക് ഈ നടന്നു പോകണമെന്ന് നിർബന്ധമുണ്ടോ? കാറിൽ പോയാൽ പോരെ? അതെ, രാവിലെ കുറച്ച് നടക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാ. അതുകൊണ്ട് നമുക്ക് എന്തായാലും നടന്നു പോകും. ശരി ശരി, നീ വേഗം റെഡി ആവാൻ നോക്ക്. ആ വരാം. അവളുടെ ഡ്രസ്സ് നോക്ക്. ഇത് വിട്ടോണ്ട് പുറത്തു പോകാൻ സമ്മതിക്കല്ലേ. നിങ്ങൾ രാവിലെ എവിടെ പോവാ? അമ്മേ, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സാണോ ഇത്? അല്ല മാം, ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? നിന്റെ ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാമോ? കയ്യൊന്നുമില്ലാത്ത ഈ ഡ്രസ്സ് ഇട്ടാണോ അമ്പലത്തിൽ പോകുന്നത്? ആരെ കാണിക്കാനാടി ഇതൊക്കെ? വാവ്, അമ്മയമ്മ പോരും. വെരി ഇൻട്രസ്റ്റിംഗ്. ഞാനിതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഒരു മിനിറ്റ്. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാമി. ഇതെന്റെ അമ്മായിയമ്മയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്കറിയോ, ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയി ഇറങ്ങിയപ്പോഴേ എൻ്റെ അമ്മായിയമ്മ പറയാ ഇങ്ങനത്തെ കൈയൊക്കെ ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ടാണോ ഞങ്ങൾ പുറത്തു പോകുന്നതെന്ന്. എന്താ ഗൈസ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ആ തള്ളയോട് പോയി പണി നോക്കാൻ പറയാന്ന്. അങ്ങനെയാ. ഹായ് ഗൈസ്, ഞാനേ മോളെ ഇന്ന് കാലത്തെ പറ്റിക്കാൻ പറഞ്ഞതാ. അവൾ അതങ്ങ് കാര്യമായിട്ട് എടുത്തു. മോക്കേ കയ്യൊന്നും ഇല്ലാത്ത ഉടുപ്പിടുന്നതാ ഭംഗി. അടുപ്പില് വെള്ളം തിളയ്ക്കുന്നു. മോള് പോ. വാ.
ആമിയല്ലേ? ആ അതെ, ഇങ്ങോട്ടാ രണ്ടുപേരും കൂടെ നടന്നിട്ട്? അമ്പലത്തിൽ പോയതാ. വണ്ടി എടുത്തില്ലായിരുന്നോ? ഇല്ല. അമ്പലത്തിൽ പോകുമ്പോ സാരി കൊടുക്കണ്ടേ? എന്താണോ കാണിച്ചേ? മൊബൈൽ എങ്ങനെ വന്ന? ആരോട് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തത്? ഞങ്ങളുടെ പെർമിഷനിലെ വീഡിയോ എടുക്കാൻ തന്നോട് ആരാ പറഞ്ഞത്? അതെ, സംസാരിക്കണം. ഞാൻ ഓൺലൈൻ മീഡിയ. അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? ഒരാളുടെ പ്രൈവസിക്കാരാണോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? മേലാൽ ഇത് ആവർത്തിക്കരുത്. ബാ. ചേച്ചി അറിഞ്ഞോ? ചേച്ചിയുടെ മോനാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ. അവള് പറഞ്ഞു കേട്ടു അവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ. ഇനി എന്തൊക്കെ പുകിലാവോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം അവള് കാരണം. നമുക്ക് അവളോട് എന്തേലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ലൈവ് എന്ന് പറഞ്ഞോണ്ടെങ്കിൽ വരത്തില്ലേ? ചേച്ചി പേടിക്കണ്ട, സിദ്ധു ചെയ്തത് തന്നെ ശരി. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ സിദ്ധുവിനെ സപ്പോർട്ട് ചെയ്തോണ്ടാ വീഡിയോസ് ഇറങ്ങുന്നത്. ആണോ? പിന്നല്ലാതെ. ചേച്ചി ഇതൊന്ന് നോക്ക്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടായാലും ഓരോരുത്തന്മാരും മൊബൈലും പൊക്കി പിടിച്ചോണ്ട് വരെയല്ലേ. ഈ കാര്യത്തിൽ ആ പയ്യൻ ചെയ്തത് തന്നെയാണ് ശരി. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? ഞാൻ എന്തായാലും സിദ്ധു പ്രോയ്ക്കൊപ്പം. ഇവന്മാരെ പേടിച്ച് ഒരു സിനിമ കാണാൻ പോകാൻ പോലും പറ്റില്ല. അവിടെ കാണും മൊബൈലുമായിട്ട് കുറേ എണ്ണം. ഓൺലൈൻ മീഡിയ എന്നും പറഞ്ഞ് എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിക്കുന്നത്. ആൾക്കാരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുകയല്ലേ. ഒരു മരണ വീട്ടിൽ പോകാൻ പോലും നിവർത്തിയില്ല. അവിടെയും കാണും ഇക്കൂട്ട്. അല്ലേലും ആരും പ്രതികരിക്കാനില്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സിദ്ധുവിനെ പോലെ പ്രതികരിക്കാൻ കഴിവുള്ളവർ പുതിയ തലമുറയിൽ വരട്ടെ. അങ്ങനെ അവനും വൈറലായി. അസൂയപ്പെടാടി, ഒന്നുമില്ലെങ്കിലും നിന്റെ അനിയനല്ലേ. ഉമിച്ചേട്ടാ നീ ഇത് നോക്കിയേ. നമുക്ക് ഇതുപോലത്തെ ഒരു റീൽ ചെയ്യാം. നീ ഒന്ന് പോയേ, എന്നെ കൊണ്ടൊന്നും വയ്യ. നീ ഒറ്റയ്ക്ക് പോയി എടുക്ക്. അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു തരത്തില്ല. നിങ്ങൾ ആ സിദ്ധുവിനെ കണ്ടു പഠിക്കുക. എനിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. ഞാൻ നിങ്ങളുടെ ആരും അല്ല. ഓ തുടങ്ങി. ശരി വാ. എന്നാ വാ. എടി ഇത് വേണോ? വേണം. ഓക്കെ, റെഡി? 1 2 3. അമ്മേ, ഉച്ചത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കാം. അതിന് നിനക്ക് അടുക്കളയിൽ കയറി വല്ല പരിചയമുണ്ടോ? നീ ഏത് സമയം ഫോണിലല്ലേ ഇരിക്കുന്നത്? അമ്മ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? എന്തായാലും ഇന്നത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കാം. അമ്മ പോയി റെസ്റ്റ് എടുത്തോ. നീ ഞങ്ങളെ പട്ടിണിക്ക് ഇടൂ. ഇല്ല, അമ്മ ഒന്ന് പോയോ. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആമി. ഇന്ന് ഞാനാണ് കേട്ടോ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കലക്ക ഫുഡ് ഉണ്ടാക്കി നമുക്ക് നമ്മളെ അമ്മായിയമ്മയെ ഞെട്ടിക്കാം. ഇത്ര പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കിയോ? ഇന്നേ ആമി അടുക്കളയിലോട്ട് വന്നിട്ടേ അവളെല്ലാം ഉണ്ടാക്കാന്നങ്ങ് പറഞ്ഞു. ആമിയോ? അവക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ?
അവള് നിന്നെപ്പോലെ പണിയെടുക്കാത്ത പെണ്ണൊന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നു. അതെന്താ അമ്മ അങ്ങനെ ഒരു ടോക്ക്? നിനക്ക് ഇതുവരെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്നലെ കയറി വന്ന അവക്കത് തോന്നും. നീയാണെങ്കിൽ ഏത് സമയം ഫോണും നോക്കിയിരിക്കും. അല്ലാതെ എന്താടി ഇവിടെ ചെയ്യുന്നത് നീ? അതെ, കഴിക്കുമ്പോഴെങ്കിലും ഫോൺ മാറ്റി വെച്ചൂടെ? മതി മതി. കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. ഇന്ന് നിന്റെ പ്രിപ്പറേഷൻ ആണല്ലേ? എന്തുപ്പാടി ഇതില്? ഓ, അങ്ങനെ വരെ വഴിയില്ലല്ലോ. ഞാൻ നോക്കട്ടെ. അതെങ്ങനെ? അവനവൻ അറിയുന്ന പണിക്കേ പോവുള്ളൂ എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. റീൽസ് എടുക്കാൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതാ. അവക്കൊരു അബദ്ധം പറ്റിയതല്ലേ അമ്മേ, അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാകുന്ന പോലെ എളുപ്പമാണെന്ന് വിചാരിച്ചു കാണും അടുക്കള പണി. ഓ, അവൾ അടുക്കളയിലെങ്കിലും കയറും. നീ ആ ഭാഗത്തെങ്കിലും പോവാറുണ്ടോ? എന്നിട്ടാണ് അവള്. എന്തായാലും ഇവിടെ ആരെയും ഞാൻ പട്ടിണി കിട്ടിട്ടില്ലല്ലോ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. ചേച്ചി അമ്മയല്ലേ, നീ അത് കാര്യമാക്കണ്ട. ചേച്ചിക്ക് എന്തിനാ എൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം? ഞാൻ എന്ത് ചെയ്തിട്ടാ? ചേച്ചി ഒന്ന് മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല, നീ അത് കാര്യമാക്കാതെ. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ചേച്ചിക്ക്. ഇപ്പതേ മനഃപൂർവ്വം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിലെല്ലാം ഉപ്പ് വാരിട്ടേക്കുന്നു. ഉപ്പ് വാരിട്ടെന്നു? ആര്? ചേച്ചിയോ? നീ വെറുതെ ആവശ്യമില്ലാത്തവരൊന്നും പറയല്ലേ. ചേച്ചി, ചേച്ചി എന്തിനാ ഫുഡിൽ ഉപ്പിട്ടത്? ഞാനോ? നീ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ ഭാര്യ ചെയ്ത മിസ്റ്റേക്ക് നീ എന്റെ തലയിൽ വെക്കാൻ നോക്കുവാണോ?
എന്താ ചേച്ചി ഇപ്പൊ ഒന്നും പറയല്ലേ? സത്യത്തിൽ ചേച്ചിയുടെ പ്രശ്നം എന്താണ്? ചേച്ചിയേക്കാൾ അവൾക്ക് ഫോളോവേഴ്സ് കൂടുതലുള്ളതാണോ? ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കുന്നത്? നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ? ഈ റിയൽ ലൈഫ് തമ്മിൽ എന്തിനാണ് ചേച്ചി കൂട്ടിക്കുഴയ്ക്കുന്നത്? ഇത്രയൊക്കെ ആയിട്ടും അമ്മയോടൊന്നും പറയില്ലെന്നാണ് ആമി പറഞ്ഞിട്ടുള്ളത്. അവളുടെ മനസ്സിന്റെ വലിപ്പം പോലും ചേച്ചിക്ക് ഇല്ലാതായി പോയല്ലോ. അവൻ എന്നെ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഒന്നും മിണ്ടാതെ നിൽക്കുവാണോ? അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നീ എന്ത് കോപ്രായി ഇവിടെ കിടന്ന് കാണിച്ചാലും ഞാൻ കൂടെ നിൽക്കുമെന്ന് കരുതിയോ? സോഷ്യൽ മീഡിയ അല്ല ലൈഫ്. ജീവിതത്തിലെ ബന്ധങ്ങൾ നിലനിർത്താൻ നോക്കും, അല്ലെങ്കിൽ അവസാനം ആരും കാണില്ല.